Bring him from the yard. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ പേടിഎമ്മിൽ നിങ്ങൾക്ക് ക്യാഷ് കാര്യങ്ങൾ റിസീവ് ആവും. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കിടിലൻ ലൂട്ട് വീഡിയോസോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിസീവ് ആവണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന ബെല്ലേക്കിന് ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എററോ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെലിഗ്രാമിൽ വന്ന ശേഷം TECHZ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ക്യാമ്പയിനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ക്യാമ്പയിനാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേടിഎം നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരും. നമ്മൾ ജസ്റ്റ് താഴെ ക്ലിക്ക് ചെയ്യാൻ ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം 15 MB സൈസ് മാത്രം ആപ്ലിക്കേഷൻ്റെ വരുന്നുള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എററോ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫയൽ മാനേജർ എടുത്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഫയൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ഓപ്പൺ ചെയ്യുമ്പോൾ സമയത്ത് നമ്മളോട് നമ്മുടെ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പറിൻ്റെ അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് തന്നെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റിൻ്റെ അവിടെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരും. അവിടെ നമ്മൾ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പേടിഎം നമ്പർ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മൈൻഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളോട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിന് മുമ്പ് നമ്മളോട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് രണ്ട് സെലക്ട് ചെയ്ത ശേഷം രജിസ്റ്റർ തന്നെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ സെക്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ട്രാഫിക് സിഗ്നൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു ക്യാപ്ച വരും. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം സ്കിപ്പ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോഴായിരിക്കും ഒരു OTP കാര്യങ്ങൾ റിസീവ് ആകുന്നത്. OTP ഓടെ ശേഷം കൺഫേം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് 25 rupees കിട്ടിയിട്ടെന്നൊക്കെ പറയും. അത് നമ്മുടെ വാലറ്റിൽ വരുന്ന ക്യാഷാണ്. നമുക്കതൊന്നും അല്ല വേണ്ടി. നമ്മൾ ജസ്റ്റ് ഓക്കെ അടിച്ച് കൊടുക്കുക. ഓക്കെ അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് വരും. മെയിൻ ഇൻ്റർഫേസിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആയേക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ ഇമെയിൽ ID വെരിഫൈ ആകാതെ റെഡ് ഐക്കണൊക്കെ കിടക്കുന്ന കാണാൻ സാധിക്കും. അതായത് വെരിഫൈ നൗ ആൻഡ് ഗെറ്റ് 25 rupees എന്ന് പറഞ്ഞാൽ മുകളിലൊരു ബാനർ ഒരു റെഡ് ഐക്കണെ കാണാൻ സാധിക്കും. നിങ്ങളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സെക്ഷൻ വരും. അതായത് വെരിഫൈ ലിങ്ക് സെൻഡ് യുവർ ഇമെയിൽ ID ഇൻ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റിലെ കൊടുത്ത ആ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് വരുന്നതായിരിക്കും. ഇത്ര ചെയ്താൽ മാത്രം മതി. നമ്മൾ പേടിഎം എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു 7 rupees ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസീവ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഗിവ് അവേസ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.